ഹായ്, ഇറ്റ്സ് മീ കലാകമ്മ മഹൽ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളെല്ലാ വ്യക്തികളും മനുഷ്യരാണല്ലേ. മനുഷ്യരായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് വളരെ ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വളരെയേറെ പ്രധാനപ്പെട്ട ഈ മനസ്സ് ചില സമയത്ത് വളരെ ശക്തിയോടെ നമ്മുടെ കൂടെ നിൽക്കും, വളരെ സ്ട്രോങ് ആയിട്ട്. എന്നാൽ ചില സമയത്ത് ഈ മനസ്സങ്ങോട്ട് പതറും. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം നമ്മുടെ മൈൻഡിനകത്തുണ്ടാകുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇന്നർ ബാറ്റിൽ. ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇന്നർ ബാറ്റിൽ എന്ന്? എന്നാൽ ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നത് ഇന്നർ ബാറ്റിൽസിനെ കുറിച്ചിട്ടാണ്. ബാറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ട് സൈഡിലെ ആൾക്കാർ വേണം അല്ലേ. രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ജയിക്കുകയും നല്ലതല്ലാത്ത കാര്യങ്ങൾ പിന്മാറുകയും ചെയ്യുക എന്നതാണ് വിജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അവൻ പോലും അറിയാണ്ട് ഇന്നർ ബാറ്റിൽ സംഭവിക്കും. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഏതൊക്കെ വിധത്തിലാണ് ഇന്നർ ബാറ്റിൽ സംഭവിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നർ ബാറ്റിൽസ് ആണ് നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ കൊമ്പ് കോർക്കാനായിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്നർ ബാറ്റിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇന്നർ ബാറ്റിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്കല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നർ ബാറ്റിൽ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ നോക്കാം. ഇന്നർ ബാറ്റിൽ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ നമ്മളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അതായത് വെറുതെ ബാക്കിയുള്ള വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സമയം മെനക്കിടാറുണ്ടല്ലേ. ഒട്ടുമിക്ക ആൾക്കാർക്കും സ്വയം മനസ്സിലാക്കുന്നതിനേക്കാളും ഇയാൾ എങ്ങനെയാ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ടെൻഡൻസി വരുന്നത്. ഈ ടെൻഡൻസിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ എങ്ങനെ ഉള്ള വ്യക്തിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്, ഹു ആം ഐ എന്നുള്ള മാറ്റർ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പോയിന്റ് നമ്പർ 2, നിങ്ങളെ നല്ലൊരു യോദ്ധാവായിട്ട് കാണണം. അതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു യോദ്ധാവ്. ഏത് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ ആം പവർഫുൾ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി നിങ്ങളെ തന്നെ നല്ലൊരു യോദ്ധാവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ യോദ്ധാവായിട്ട് കാണാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യോദ്ധാവ് ഒരു നോർമൽ ഒരു ഫൈറ്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സൺ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിവേ ആരാണെന്നുണ്ടെങ്കിലും അവർ ഒരു നല്ലൊരു യോദ്ധാവാകുന്നതിന് മുൻപ് അവരെ ചില കാര്യങ്ങളിൽ അവരെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാറുണ്ട് അല്ലേ. ചില പ്രാക്ടീസ് കൊടുത്ത്, ചില പ്രശ്നങ്ങളുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ചില ഹാർഡായിട്ടുള്ള ചില എക്സ്പെരിമെൻ്റ് അകത്ത് കൂടിയിട്ടായിരിക്കും അവർ ഏറ്റവും നല്ലൊരു വാരിയറായിട്ട് വരുന്നത്. സോ ഇവിടെ വേണ്ടത് നമ്മളെ തന്നെ നല്ലൊരു വാരിയറായിട്ട് നമ്മൾ വിശ്വസിക്കുകയും നമുക്ക് നല്ലൊരു വാരിയർ ആകുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ നല്ലൊരു യോദ്ധാവായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് മേഖലയിലും നമ്മൾ ഈ സാധനം കൊണ്ടേ പോകത്തുള്ളൂ. ആ സാധനം എന്നാണെന്നറിയോ? അതാണ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ഓവർ എക്സ്പെക്റ്റേഷൻസ്. ഈ എക്സ്പെക്റ്റേഷൻസിനെ നമ്മൾ പൊളിച്ചു കളയണം. ഇന്നർ ബാറ്റിൽ നമ്മൾ എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. സോ എക്സ്പെക്റ്റേഷനെ പൊളിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് തയ്യാറാകണം. പോയിന്റ് നമ്പർ 4, അക്സെപ്റ്റ് വാട്ട് വി ആർ നോട്ട് പെർഫെക്റ്റ് ഇൻ എവറിത്തിങ്. നമ്മൾ എല്ലാ കാര്യത്തിലും പക്കാ പെർഫെക്റ്റ് ആണ് എന്നുള്ള ചിന്ത പൊളിക്കണം. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എല്ലാ മേഖലയിലും പെർഫെക്റ്റ് അല്ല, ഞാൻ എല്ലാ മേഖലയിലും ഭയങ്കര പുലിയല്ല. എന്നെക്കാളും പുലിയായിട്ടുള്ള വ്യക്തികൾ പല മേഖലകളിലും പല കാര്യങ്ങളിലും എന്നെക്കാളും പുലിയായിട്ടുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം. 5ാമത്തെ പോയിന്റ്, വൈ ദിസ് എന്ന നെഗറ്റീവ് തോട്ടിലായിട്ട്, അതായത് നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കരുത്. വൈ ദിസ്? അത് ചോദിക്കാം. പോസിറ്റീവ് മൈൻഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ നമുക്ക് നമ്മളോട് ചോദിക്കാം വൈ ദിസ്. അതിനൊരു ആൻസർ കിട്ടും. പക്ഷേ നെഗറ്റീവ് മൈൻഡിലാണ് വൈ ദിസ് എന്ന് നമ്മൾ നമ്മുടെ ലൈഫിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലവും ഉത്തരം കിട്ടാനും പോകുന്നില്ല. കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ഒരിക്കലും ആ ഉത്തരത്തിൽ സാറ്റിസ്ഫൈ ആവാനും പോകുന്നില്ല. സോ വൈ ദിസ് എന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ലൈഫിനോട് നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ ചോദിക്കരുത്. പോയിന്റ് നമ്പർ 6, അതാണ് ഏറ്റവും വലിയ മന്ത്ര. പോയിന്റ് നമ്പർ 6, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ വിശ്വാസമുള്ളവരാകുക. നിങ്ങളിൽ തന്നെ നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. ഓക്കെ,
നിങ്ങൾ സ്പെഷ്യലാണ് എന്ന് നിങ്ങൾക്കകത്ത് തന്നെ ഒരു വിശ്വാസം കൊണ്ടുവന്നാൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലമിനും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ സൊല്യൂഷൻസ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഏത് പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങളുടെ അടുക്കലേക്ക് ആ സൊല്യൂഷൻ കടന്നു വരിക തന്നെ ചെയ്യും. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത് ഒരു വലിയൊരു മന്ത്രയാണ്. ആ മന്ത്ര ചുമ്മാ ഉരുവിടാൻ മാത്രമുള്ള കാര്യമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ അതിനെ നമ്മുടെ ബ്രെയിനകത്തേക്ക്, നമ്മുടെ ഈ ഒരു മൈൻഡിനകത്ത് ഈ സാധനം അങ്ങ് സ്റ്റോർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. പോയിന്റ് നമ്പർ 7, നിങ്ങൾ സക്സസ്സിന് വേണ്ടി എടുത്തു വെക്കുന്ന ചെറിയ സ്റ്റെപ്പായിക്കോട്ടെ, ആ സ്റ്റെപ്പിൽ വിശ്വാസവും ബഹുമാനവും നിങ്ങൾ കൊടുക്കണം. ഇത് ശരിയാവത്തില്ല, ഇത് ചെറുതല്ലേ, ഇതിനേക്കാളും വലിയൊരു സ്റ്റെപ്പ് എനിക്ക് എടുത്തു വെക്കണം എന്നൊരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ സക്സസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ചിന്ന കാര്യമാണ് തുടങ്ങുന്നു എന്നുണ്ടെങ്കിലും ആ കാര്യത്തിന് നിങ്ങൾ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ഏറ്റവും നല്ല റെസ്പെക്റ്റ് കൊടുക്കുക, അതിന് ആ ഒരു വാല്യൂ കൊടുക്കുക. ചെറിയ സ്റ്റെപ്പിൽ നിന്നിട്ട് വലിയ സ്റ്റെപ്പിലേക്കാണ് ഉള്ള ആ ഒരു സഞ്ചാരം എന്നുള്ള കാര്യം തിരിച്ചറിയുക. പോയിന്റ് നമ്പർ 8, അസംഷനെ ബേസ് ചെയ്ത് ഒരിക്കലും കൺക്ലൂഷൻ കൊണ്ടുവരരുത് ലൈഫിൽ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്കകത്തും കൺക്ലൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മുടെ അസംഷൻസ് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അസംഷനെ ബേസ് ചെയ്ത് ഒരിക്കലും കൺക്ലൂഷൻ കൊണ്ടുവരരുത്. ലാസ്റ്റ് പോയിന്റ്, കീപ് മൂവിങ്. തുടർന്നുകൊണ്ടേയിരിക്കുക. തോൽവി വരികയും പോവുകയും ചെയ്യും, വിജയം വരികയും പോവുകയും ചെയ്യും. ഈ രണ്ട് സാധനവും അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കത്തൊന്നുമില്ല. ഇത് ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. ചില വ്യക്തികൾ ഇതിനെ പറയുന്നത്, ഈ ഒരു ഡയലോഗ് ഇടുന്നത്, കാശ് വരികയും പോവുകയും ചെയ്യുന്നു. നോ, തോൽവി വരികയും പോവുകയും ചെയ്യും, വിജയവും വരികയും പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ലാഘവത്തിലെടുക്കുക. തോൽവിക്കകത്ത് ഡിപ്രസ്ഡ് ആവുകയും ചെയ്യരുത്, വിജയത്തിനകത്ത് അഹങ്കരിക്കുകയും ചെയ്യരുത്. ഇത്രയും നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഇന്നർ ബാറ്റിൽസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ അത് ലൈഫിൻ്റെ പ്രാക്ടീസും കൂടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്നർ ബാറ്റിൽസിനെ നമുക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ ഏതൊക്കെ ഇന്നർ ബാറ്റിൽസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടീമാണ് നമ്മുടെ അകത്ത് കിടന്ന് തല്ലുകൂടുന്നു എന്ന് അറിയണ്ടേ. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ് കലാ കമൽ മഹൽ. I love you.